പ്രൈസ് ദി ലോർഡ്. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ് എന്നുള്ള ചിന്ത നാം വീണ്ടും തുടരുകയാണ്. പിശാച് മനുഷ്യവർഗത്തെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുന്ന ഒരു വിഷയമാണ് മരണഭീതി എന്നുള്ളത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തുകൾ മരണത്തിന്മേൽ ജയം വരിച്ച ഒരു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. എബ്രായലേഖൻ 2:14-15 വാക്യങ്ങളിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ക്രിസ്തുയേശുവിലൂടെ മരണത്തിന്മേൽ നമുക്ക് ജയം വന്നിരിക്കുന്നു. പാപം നിമിത്തമാണ് മരണം മനുഷ്യരിൽ പ്രവേശിച്ചത്. ഒന്നാമത്തെ ആദാമിലൂടെ പാപവും മരണവും പ്രവേശിച്ചെങ്കിൽ ഒടുക്കത്തെ ആദമായ ക്രിസ്തുയേശുവിലൂടെ നീതീകരണവും നിത്യജീവനും നമുക്ക് ലഭ്യമായി. മരണത്തിലുള്ള നിത്യവിജയം നമ്മുടെ കർത്താവിന്റെ പുനരാഗമനത്തിൽ നമുക്ക് ലഭ്യമാകുന്നതാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പുനരുത്ഥാനം പ്രാപിക്കും. ഇതാണ് നമ്മുടെ പ്രത്യാശ. അത് ഓരോ ദൈവഭക്തന്റെയും ജീവനുള്ള പ്രത്യാശയാണ്. ഈ പ്രത്യാശ നൽകുവാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പുനരുത്ഥാനം സംഭവിക്കും എന്നതിന് ഏറ്റവും ശക്തമായ തെളിവ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണപാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. മരണത്തിനോ പാതാളത്തിനോ അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. ആകയാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ ഭരിക്കുന്ന അവന്റെ മക്കളെ ഒതുക്കി വെക്കുവാൻ മരണത്തിനോ കല്ലറയ്ക്കോ കഴിയുകയില്ല. നമ്മുടെ കർത്താവിന്റെ ഈ ലോകത്തിലെ പരസ്യ പ്രവർത്തനം പുനരുത്ഥാനം ഉണ്ടാകും എന്നതിന് തെളിവാണ്. യേശു തന്റെ ശുശ്രൂഷയിൽ 3 ആളുകളെയാണ് ഉയർപ്പിച്ചിട്ടുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 7:11-17 വരെയുള്ള വാക്യങ്ങളിൽ നയിലെ വിധവയുടെ മകൻ, 2 പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകൾ, ലൂക്കോസ് 8:49 മുതൽ. അടുത്തത് ബഥാനിയയിലെ ലാസർ, യോഹന്നാന്റെ സുവിശേഷം 11:41-44 വരെ. പള്ളിപ്രമാണിയായ യായിറോസിന്റെ മകളെ വീട്ടിൽ വെച്ചു. നയിലെ വിധവയുടെ മകനെ അടക്കം ചെയ്യുവാൻ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചു. ലാസറിനെ അടക്കം ചെയ്തിരുന്ന കല്ലറയിൽ നിന്നുമാണ് ഉയർപ്പിച്ചത്. ഇവിടെ തന്നെ കർത്താവിന് വരുമെങ്കിലും വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് വിശുദ്ധന്മാർ പുനരുത്ഥാനം പ്രാപിക്കും. അപ്പോൾ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. 1 തെസ്സലോനിക്കർ 4:16-17. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വിഷയത്തിന്റെ വിശദീകരണം 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. അതിന്റെ 52-ാമത്തെ വാക്യം, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കും, നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവർ, ഇതെല്ലാം കണ്ണിമിക്കുന്നതിനിടയിൽ അഥവാ നൊടി നേരത്തിനുള്ളിൽ സംഭവിക്കുന്നു. ദ്രവത്വമായത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. അന്ന് അവന്റെ വിശുദ്ധന്മാർ ഒരുമിച്ച് ജയഭേരി മുഴക്കും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. വലിപ്പത്തിൽ വ്യത്യാസമുള്ളതും അടഞ്ഞു കിടക്കുന്നതുമായ കല്ലറകൾ ഏത് സമയത്തും ഏത് പ്രായത്തിലും മരണം സംഭവിക്കാം എന്നതിനെയും മരണം സാർവത്രികമായ ഒന്നത്ര എന്നതിനെയും വിളിച്ചറിയിക്കുന്നു. എന്നാൽ യേശുവിന്റെ ശരീരം വെച്ചതും തുറന്നു കിടക്കുന്നതുമായ കല്ലറ നമുക്ക് പ്രത്യാശ നൽകുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അവനുള്ളവർ അവന്റെ വരവെങ്കിൽ പുനരുത്ഥാനം പ്രാപിക്കും. മരണത്തിന്മേലും കർത്താവ് നമുക്ക് നിത്യജയം നൽകിയിരിക്കുന്നു. അതെ, പിശാചിന്റെ പ്രവർത്തികൾ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി. നമ്മുടെ മേലുണ്ടായിരുന്ന പാപം, രോഗം, മരണം എന്നീ സാധ്യാന്യ അമിക്കയറുകളെ കർത്താവ് അറുത്തുമാറ്റി. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം അവന്റെ തന്ത്രങ്ങളെ ജയിക്കുക. നിങ്ങൾക്കെതിരെയുള്ള അവന്റെ തന്ത്രങ്ങൾ, ആയുധങ്ങൾ ഇനി ഫലിക്കയില്ല. പിശാചിന് ഒരു ദോഷം ചെയ്യുവാൻ ദൈവജനത്തോട് ഇനിയും സാധ്യമല്ല. നാം ക്രിസ്തുവിൽ ജയാളികളാണ്. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. അതുകൊണ്ട് പാപത്തിന്മേലുള്ള ഒരു ജയം ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് ലഭ്യമാണ്. ഇനിയും പാപം നമ്മുടെ മർത്യശരീരങ്ങളിൽ വാഴുകയില്ല. അതിന്റെ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും എത്രമാത്രം നമുക്കെതിരെ കടന്നാലും അതിനെ അതിജീവിക്കുവാൻ ദൈവശക്തി നിങ്ങളുടെ മേൽ പകർന്നു, ദൈവകൃപ നിങ്ങളുടെ മേൽ പകർന്നു, പാപത്താൽ ഉളവാകുന്ന എല്ലാവിധമായ രാഗമോഹങ്ങളെയും ജഡത്തിന്റെ സകലവിധ താല്പര്യങ്ങളെയും ആത്മാവിനുള്ള അനുസരണത്തിൽ ജയിച്ചു മുന്നേറുവാൻ. അവിടെ പാപം പരാജയപ്പെടുന്നു. പാപം പെരുകുന്ന സ്ഥലത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു പെരുകുന്നതുകൊണ്ട് നിങ്ങൾ കൃപയ്ക്ക് അധീനരാകിയാൽ, കൃപ നിങ്ങളുടെ മേൽ കർത്തൃത്വം ചെയ്യുന്നതാകിയാൽ പാപത്തിൽ നിങ്ങളുടെ മേൽ ഇനി ഒരു സ്ഥാനമില്ല. നിങ്ങളെ ഇനി സ്വാധീനിക്കുവാനും കഴിയുകയില്ല. അപ്രകാരം രോഗത്തിന് കർത്താവ് നിങ്ങളുടെ സൗഖ്യമാണ്. ഇന്നും നമ്മുടെ കർത്താവ് രോഗശാന്തിയും ആരോഗ്യം നൽകുന്നു. നമ്മുടെ ദൈവത്തിനുള്ള ഒരു പേരാണ് യഹോവ റാഫ എന്നുള്ളത്. ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അതൊരു വാഗ്ദത്തമാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിലെ എല്ലാ മുറിപ്പാടുകളും നിങ്ങളുടെ സൗഖ്യത്തിന് ഉറവകളാണ്. നിശ്ചയമായും അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വരുമെന്നല്ല, വന്നിരിക്കുന്നു. ആ സൗഖ്യത്തിൽ നമുക്കിന്ന് ജീവിക്കാം. മരണഭീതികളെ
നമുക്ക് അകറ്റാം. അപ്രകാരമുള്ള ഭയാനതകൾ ഒരിക്കലും നിങ്ങളെ വേട്ടയാടി നിങ്ങളുടെ സ്വസ്ഥത കെടുത്തിക്കളയാതെ, ക്രിസ്തു മരണത്തെ ജയിച്ചെങ്കിൽ ക്രിസ്തുവേശുള്ള എനിക്ക് നിങ്ങൾക്ക് മരണം ഇനി ഒരു ശത്രുവല്ല. ആ ഒടുക്കത്തെ ശത്രുവിനെ കർത്താവ് തന്റെ മരണത്താൽ തോൽപ്പിച്ചു. കാൽവറിയിലെ ക്രിസ്തുവിന്റെ മരണം മരണത്തിന്റെ മരണമായിരുന്നു. മരണത്തിന്റെ വിഷമല് തകർത്തിരിക്കുന്നു. ഇനി അതിന് ആ വിഷമില്ല. നിങ്ങളെ തകർക്കുവാൻ, ഇല്ലാതാക്കുവാൻ ഇനി മരണത്തിന്റെ വിഷമലിന് കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ജയാളികളുടെ കൂട്ടത്തിലാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു നൽകിയ ഈ സ്വാതന്ത്ര്യം, ഇതാണ് സത്യം. ബാക്കിയെല്ലാം ഫോഷ്കറാണ്, വ്യാജങ്ങളാണ്, അസത്യങ്ങളാണ്. ക്രിസ്തു നൽകിയ ഈ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാൻ ഏവർക്കും കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.